അപ്പോൾ നമ്മളെ വിനോദിൻ്റെ സീ ഫ്രഷ് മീൻ വാങ്ങാൻ വീണ്ടും വന്നതാണ്. കുറേ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിപ്പോഴും ഉണ്ട്. നമുക്ക് കാണില്ല. വാങ്ങണം, മീൻ വാങ്ങണം. ഇന്നിവിടെ ഉണ്ടാവും. വന്ന് കുറേ മുമ്പ് വന്നതാണ് ഇങ്ങോട്ട്. താങ്ക് യു. അപ്പൊ അന്ന് ഇവിടെ നിന്നൊക്കെ മീൻ കൊണ്ടുപോകാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കണ്ടില്ല, ഇപ്പൊ മീൻ വാങ്ങാൻ പോണില്ല. മലേഷ്യയിലേക്ക് പറയാം. അപ്പൊ ഏതാണ് നമുക്ക് കുറച്ച് മീൻ വാങ്ങണം എനിക്ക് വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് കാണണം. നമ്മുടെ പിന്നെ അടുത്ത ലെവലിലുള്ള എന്തോ ഒരു വലിയ മീനിന്റെ ഒരു സംഭവം അത് കാണാനും കൂടിയാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് കുഞ്ഞു മീൻ മതി. ഇതൊക്കെ ഇപ്പൊ ചാലിയത്തോടുള്ളതാ. നാരൻ ചെമ്മീനാണ്. നാരൻ ചെമ്മീൻ. ഇതൊക്കെ തൊലിച്ച് വെറുതെ പാക്ക് ചെയ്ത് നമ്മള് ഒരു പാക്ക് ഇട്ടിട്ട് കണ്ടാൽ തന്നെ അറിയാം. ഇതിപ്പോ ഒരു കിലോ എന്ത് വരും? ഇതിന് എന്ത് വില വരുന്നത്? ഇന്നത്തെ റേറ്റ് നാളെ മാറും. ഇന്ന് 590. ഇന്നലെ മാറും, നാളെ മാറും. അത് മാറിക്കൊണ്ടിരിക്കും. റേറ്റ് കൂടുതലുള്ള സമയം എനിക്ക് അത്ഭുതം തോന്നിയത് ഇതാണ്. ഈ മാന്തൽ വരെ ഇങ്ങനെ തൊലിച്ച് കൊടുക്കുന്നത്. മാന്തലിനേക്കാളും വലിയൊരു അത്ഭുതം ഉണ്ടാവുന്നത് ഇതങ്ങനെ തൊലിച്ച് വൃത്തിയാക്കി കൊടുക്കാറ് സമ്മതിക്കണം. ഒരു കടയൊന്നും കൊടുക്കൂല. അത് കഴിക്കുക, വേറെ ഒന്നുമില്ല. നോമ്പ് തുറക്കുള്ള കറി ഇറച്ചി മാറ്റിട്ട് ഞാൻ നത്തോലി വെക്കണം. ഇന്നിത് മതി. ഇതൊക്കെ 1 കിലോ ഇട്ടാ എടുക്കാൻ പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ കറി ഇതാണ്. ഇത് കയന്തൻ ചെമ്മീൻ. ഇതും ഇവിടെ തന്നെയാണ്. ഇതും ചാലിയത്തിന് തന്നെയാണ്. ചെറുപ്പാണ്. ഇത് ചെറുപ്പാണ്. കണ്ടാലും അറിയാം ഇതൊന്നും സുഖമല്ല. പക്ഷെ അവനാണ് രാജാവ്. വില കൂടി. ചൂടായത് കാരണം മത്സ്യം വളരെ കുറവാണ്. ഇവിടുന്ന് ചാലിയത്തായതുകൊണ്ട് തന്നെ വില കുറവാണ്. ചാലിയത്ത് കുറച്ചുകൂടി റേറ്റ് കൂടും. നമുക്കായി ഇത് നമ്മള് തൊലിയൊക്കെ പൊളിച്ചിട്ട് കവറിലാക്കി വെച്ചിരിക്കണം. നാടൻ കടിക്കാണ്. ഇങ്ങനെ കൊടുക്കും. അതായത് ചിലര് ഈ കളിക്ക നിറയ്ക്കാനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ. ഇത് നല്ല വെള്ളമാണ്. വെള്ളത്തിനാണ് കേടാവും. അതിന്റെ കളർ എന്താണ്? ഒറിജിനൽ നാടനാണെങ്കിൽ പെട്ടെന്ന് ഒരു വയലറ്റ് പെട്ടെന്ന് മാറും. അവസാനത്ത് വരുന്ന കടക്കുകൾ അങ്ങനെ ഉണ്ടാകും. എത്ര കിലോമീറ്ററിൽ ഇങ്ങനെ കൊടുക്കും? നമ്മള് 20 കിലോമീറ്റർ വരെ ഇപ്പൊ ഡെലിവറി കൊടുക്കുന്നുണ്ട്. എന്നാലും ചില കസ്റ്റമറൊക്കെ അതിന് പുറത്ത് നമ്മുടെ അടുത്ത് വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അതിന് അഡീഷണൽ ചാർജ് ഉണ്ടോ? അഡീഷണൽ നമ്മളൊരു 7-8 കിലോമീറ്റർ വരെ ഒരു ചാർജ്. 8 കിലോമീറ്റർ വരെ ഫ്രീ ആണ്. ഈ ക്ലീനിങ്ങും പാക്കിങ്ങും ഒക്കെ അവരുടെ മീനിന്റെ വിലയൊക്കെയാണ് ഈടാക്കുക. അല്ല വിനോദ് കൊടുത്താണ് മീൻ കൊണ്ടുപോകാൻ. പുള്ളിക്ക് നല്ലതൊരു വിളിച്ചു പറയുന്നത് ഐറ്റംസ് എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വിനോദിന്റെ ഒരു കറക്റ്റ് ഒരു കാരിക്കാച്ചറിൽ വന്നു. മാത്രമല്ല മാറി നമ്മള് പുതിയൊരു കൺസെപ്റ്റ് മൊത്തം മാറി. മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവിധ കാര്യങ്ങൾ നമ്മൾ പുതിയ പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. ഇപ്പൊ മത്സ്യം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് മസാല തേച്ച് കൊടുക്കുന്നു, പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഇപ്പം ഡ്രൈ ഫിഷ് ഏറ്റവും മോശമായിട്ടുള്ള ഡ്രൈ ഫിഷാണ്. 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് അത്. നമ്മൾ ഫ്രഷ് മീൻ തന്നെ അങ്ങനെ എടുത്തിട്ട് ശാസ്ത്രീയമായിട്ട്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, കാരണം ഇവിടെ അതിരാവിലെ മീനെത്തിയ ഉച്ചയാകുമ്പോഴേക്കും മീനൊക്കെ കഴിയും. എല്ലാം ഓൺലൈനായിട്ടാണ് ഏറ്റവും കൂടുതൽ മീൻ പുറത്ത് നേരിട്ട് വാങ്ങിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അപ്പൊ മീന് കഴിഞ്ഞാൽ ഷോപ്പടക്കും. പിന്നെ പിറ്റേന്ന് രാവിലെയാണ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു 4 മണിക്ക് ശേഷം വരുന്ന ആളുകൾക്ക് മീൻ കാണാതാകുമ്പോൾ ആ ഷോപ്പ് ഇപ്പൊ ഇല്ലെന്നൊക്കെ വിളിക്കാറുണ്ട്. കാലത്ത് വരണമെന്ന് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥയാണ്. ഫ്രഷ് മീൻ തുടങ്ങി രാവിലെ നമ്മൾ തുടക്കം മുതൽ എടുത്തൊരു പോളിസിയാണ്. കാരണം മത്സ്യം എല്ലാവർക്കും അവൈലബിൾ ആണ്. ക്വാളിറ്റി ഉള്ള മത്സ്യം അവൈലബിൾ കൊടുക്കാറുണ്ട്. ഒരു പ്രോമിസ് അത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. സാധനം കിട്ടാനുണ്ട്. അപ്പൊ അന്നൊക്കെ ഫ്രഷ് മീനുകളാണ്. അതൊരു 1 മണി 1 മണി 2 മണി കഴിയുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കട അടയ്ക്കണം. അപ്പൊ അതാണ് കാര്യം. അല്ലാണ്ട് കട ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് വൈകിട്ട് സർവീസ് കാണുന്നത്. ഇപ്പൊ നോമ്പായാലും നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് സർവീസ് ഈവനിങ് ഉണ്ടാവും അല്ലേ? നോമ്പ് കഴിഞ്ഞാൽ ഈവനിങ്ങില് കട ഉണ്ടാവുന്ന കാര്യം ഉറപ്പ് തരാം. അപ്പൊ ആ നത്തോലി ഇതെടുക്കേ. ഇത് എല്ലാ മീനും ഇവിടെ ക്ലീൻ ആക്കി നത്തോലി വരെ ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഈ മാന്തളൊക്കെ ഇവിടെ തൊലിച്ച് വെച്ചതല്ലേ ഇവിടെ ക്ലീൻ ആക്കി കൊടുത്തത്.
ആ അതെന്താണിത്? തൊലിച്ച നെത്തോലി. ആ സാധനമാണോ ഇത്? ഇതൊന്നും തന്നെ. ആ നെത്തോലി അല്ലേ ഇത്? വേളൂരി എന്നാ പറയാ. അത് കൂന്തൽ ക്ലീനാക്കിയത്. അപ്പോൾ എനിക്ക് ഇതാണെന്ന് വേണ്ടത് കേട്ടോ. ഈ 1 കിലോ പിന്നെ കല്ലുമ്മക്കായ തൊലിച്ചത് വെള്ളത്തിലിട്ടത്, പിന്നെ ചെമ്മീനൊക്കെ തൊലിച്ചും മത്തി തൊലിക്കും ഒക്കെ ഉണ്ട്. ഇതെന്ത് മീനാ ഈ ഇരിക്കണത്? പലാമീൻ. ഇതോ? ഇത് കേര. മറ്റേ അയക്കറൊന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. എന്നാ അതാണ് തൊലിച്ചുകൂടെ. അത് 1 കിലോ അടിക്കുക. ഇനിയിപ്പോ നമ്മള് പുതിയൊരു സംരംഭമുണ്ട്. ആ സംരംഭത്തിലേക്ക് നമ്മൾ പോണത്. ഹംസക്ക ആദ്യമായിട്ട് കാണാൻ പോവാണ്. അത് കാണാൻ നോക്കുക. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. മീൻ ഫാക്ടറിയാണ്. മൂസക്കായ് സീ ഫ്രഷിന്റെ മീൻ ഫാക്ടറി. ഇങ്ങനെ ഒരു ഫാക്ടറി കേരളത്തിൽ ഉണ്ടാവില്ല കേട്ടോ. എന്തോളി എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 5000 സ്ക്വയർ ഫീറ്റിലാണ് സാധനം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പദ്ധതികളൊക്കെ പറയാം. എന്തൊക്കെയാണ്? പൊരിച്ച് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ട് തവ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ആവശ്യം, അവർക്ക് നമ്മളെ ഷവർമ പോലെ കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് കൊടുക്കുമോ? അത് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ ഓൺലൈനാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യക്കാർക്ക് മുകളിലും നമ്മൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വന്ന് കഴിക്കുന്നവർക്ക് കഴിക്കാം, കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം. എല്ലാം ഡെലിവറി ഉണ്ട്. ഡ്രൈ ഫിഷ് നമ്മൾ ക്വാളിറ്റി ഉള്ള ഡ്രൈ ഫിഷ് നമ്മൾ ഡ്രയർ ഉപയോഗിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മത്സ്യം പാക്ക് ചെയ്തിട്ട് അവർക്ക് ജസ്റ്റ് കറിയാണ്, കറീൻ്റെ രൂപത്തിലാണെന്നൊരു പാക്ക് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഇപ്പോൾ കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ്. റെഡിമെയ്ഡ് ബിരിയാണി ഇറങ്ങിയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോവുക, ചൂടാക്കാൻ കഴിക്കുക. 2 ഫ്ലോറിൽ ഫുള്ള് ഇരുമ്പിൽ പണിതുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇരട്ടി പൈസ ഇരുമ്പിൽ കിട്ടും. പിന്നെ ഉറപ്പല്ലേ, എല്ലാവരും ഇരുമ്പില് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ വെള്ളിയിൽ ഇരുമ്പില്. കാരണം ഞാൻ എന്റെ നാട്ടിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഇരുമ്പിലാണ്. ഇനി ഒരു കോൺക്രീറ്റ് വേണ്ട, നല്ലൊരു തീരുമാനമായി. പിന്നെ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലഹാരങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് അതിൽ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. ഫിഷിന്റെ മെഷീനറികൾ വരാനുണ്ട്. കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. എത്ര മാസം കൂടെ പ്രതീക്ഷിക്കാം? നമ്മളൊരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. കഴിഞ്ഞിട്ട് പെട്ടെന്ന്, കാരണം സീസൺ വരുമ്പോഴേക്കും നമുക്ക് തുടങ്ങണം. വരട്ടെ, അത്തരം പുതിയ പ്രോജക്റ്റുകൾ വരട്ടെ. അപ്പൊ ഇതൊരു കോഴിക്കോട് നിന്നുള്ള പിന്നെ കേരളം മുഴുവൻ എങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ് കോഴിക്കോട്. ഇതിപ്പോ നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നത് നമ്മൾ വ്യത്യസ്ത പൊട്ടൻഷ്യലായിട്ട് കഴിയുമ്പോൾ ചെറിയ ഡെലിവറി പോയിന്റുകൾ വന്ന് സ്ഥാപിക്കും. അങ്ങനെ ഇപ്പൊ ആദ്യ പ്രൊജക്ട് കോഴിക്കോടാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കാരണം കോഴിക്കോട് നിന്ന് എന്തുകൊണ്ട് ഫുഡിന് പറ്റുന്ന ആളാണ്. ആദ്യം നമ്മൾ മീൻ ചാലിയത്തുള്ള ഷോപ്പിലേക്ക് കളക്ട് ചെയ്യുന്ന പോലെ നമ്മൾ കുറെ കൂടി ബൾക്കായിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യുന്നതിന് പരിമിതി, കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കുറവാണ്. കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് എത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഇത് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീസറായ ചെറിയ എല്ലാ കൂളിംഗ് സംവിധാനത്തിന് കൂടിയിട്ടായിട്ട് നമ്മൾ ഡെലിവറി ആ ബാഗ് തന്നെ കൂളിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലാക്കി ചെയ്യും. കാരണം പൊതുവെ ആളുകൾക്ക് ഒരു ധാരണ മത്സ്യം ഐസിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ശരിക്കും മത്സ്യം കടലിൽ പോയി കഴിഞ്ഞാൽ ഐസിൽ വെക്കണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അപ്പൊ അത് നമ്മൾ അത്രയും ക്വാളിറ്റി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ഐസ്. അങ്ങനെ ഐസിട്ട് കൊടുക്കുകയാണെങ്കിൽ 20 കിലോമീറ്റർ എന്നുള്ളത് കുറച്ചുകൂടി വൈഡായിട്ട് എവിടെ എത്തിച്ചൂടെ? നമുക്ക് ഇനി എത്തിക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് പണ്ടൊരു ബാംഗ്ലൂരിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു സ്ഥാപനം ഇപ്പൊ എവിടെ എത്തിയൊരു മീൻ്റെ ബിസിനസ്സാണ് അവര്. ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ഇന്ത്യ മൊത്തത്തിൽ എന്ന പോലെ നമ്മൾ അതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ അവിടെ സംവിധാനങ്ങൾ കുറവാണ്. കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് എടുക്കാനുള്ള സംവിധാനം. പക്ഷേ ഈ ഒരു സെന്റർ വന്നാൽ പിന്നെ 50 കിലോമീറ്റർ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഡെലിവറി സർവീസ് പോലെ ഡെലിവറി പോയിന്റുകൾ തന്നെ സംവിധാനത്തിൽ കുറെ കൂടി അവർക്ക് എളുപ്പത്തിൽ, കാരണം ഫിഷ് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കേണ്ട സാധനമാണ്. കാരണം ഒരു 50 ഇല്ലാതെ എന്റെ വീട്ടിൽ സാധനം കിട്ടില്ല. എനിക്കിതുപോലെ പ്രശ്നം കണ്ടെത്താൻ കിട്ടണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ അടുത്ത ഡെലിവറി കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ മൂസക്കായ് സീ ഫ്രഷിലെ പാർട്ട്ണർഷിപ്പിന് വന്ന ഒരുപാട് പേരുണ്ട്. അധിക പേരും വിദേശത്താണ്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ പ്രോഗ്രസ്സൊക്കെ നിങ്ങൾ കണ്ടു. ഹംസക്കേൻ്റെ കൂടെ ഉണ്ട്, മൂസക്കായും ഉണ്ട്. പ്രോഗ്രസ്സൊക്കെ നിങ്ങൾ കണ്ടു. ഇവിടെ നമ്മുടെ പാർട്ട്ണർമാർ ഷറഫും നിസാമുദ്ദീനും ഹബീബൊക്കെ അഹോരാത്രം ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഓരോ പ്രോഗ്രസ്സും നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ പെരുന്നാൾ കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും ഇത്. നന്നായിട്ട് വന്നാൽ പടച്ചോൻ സഹായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ നമുക്ക് മുസക്കായ് സീ ഫ്രഷിൻ്റെ മീൻ എത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ. അല്ല, തീർച്ചയായിട്ടും ഒരു നല്ല ഒരു സംരംഭം വിജയിക്കുന്നത് കാണുമ്പോഴാണ് നാട്ടുകാർക്കൊക്കെ ഗുണം കിട്ടും. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, ഒരുപാട് ആൾക്കാർക്ക് നല്ല മീൻ കിട്ടും. ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാണ്. ആ പരിഹാരമാണ് നമ്മൾ ഏതൊരു മീൻകടയിൽ പോയാലും ഈച്ചയും കൊതുകും ഒക്കെ ആർക്കും നാറിയിട്ട് അത് അടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഗൾഫിലൊക്കെ കണ്ടാൽ വൃത്തിയുള്ള ഒരു കട, ഫിഷിൻ്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അതിന്റെ കൂടെ പ്ലാൻ ഇല്ല. അതിപ്പോൾ നമ്മൾ പഴയ ഷോപ്പാണെങ്കിൽ നമ്മൾ ആ ഷോപ്പ് നമ്മൾ എന്ത് ചെയ്യും, അതൊരു ആളുകൾക്ക് ഡൈനിങ് ഫെസിലിറ്റി കൂടി കൊടുക്കാം. ഇതിവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടിപൊളി. നമ്മൾ പുതിയൊരു ബ്രാൻഡ് തന്നെയാണ് സീ ഡൈൻ എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡിലാണ് മീൻ തന്നെ അവിടെ വന്നാൽ മതി. അത് വേഗം ഓതന്റിക് സീ ഫുഡ് മാത്രമായിട്ടാണ്. അത് സൂപ്പറാകും. ക്വാളിറ്റിയുള്ള സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഭക്ഷണം നല്ലത് കൊടുത്താൽ എവിടെ നിന്നും ആളുകൾ അത് വരും. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ അതുകൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്രയും കാലം നിങ്ങൾ ഫിഷ് ഷോപ്പ്, ഫിഷ് കട എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ഫിഷ് ഫാക്ടറിയാണ്. ഫാക്ടറി കണ്ട സത്യത്തിൽ ഞാനിവിടെ ആദ്യത്തെ തവണ വന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഒരുവിധം പണി കഴിഞ്ഞപ്പോൾ ഞാൻ ഷറഫിനോട് ചോദിച്ചു, ഇത്രയും വലിയ ഒരു സംഭവമൊക്കെ വേണം, 5000 സ്ക്വയർ ഫീറ്റിലൊക്കെ വേണമെന്ന് ചോദിച്ചപ്പം വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതെല്ലാം ഇനിയുള്ള കാലങ്ങളിൽ ഭാവിയിൽ നിങ്ങൾ അറിഞ്ഞു തുടങ്ങും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പൊ ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ്, അടുത്തൊരു പുരോഗമനം, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഒരു മാസം കഴിയും. ഒരു മാസം കഴിയും.